ട്വിസ്റ്റ് ട്വിസ്റ്റോട് ട്വിസ്റ്റ്. ഇന്നലെ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു HSTLC TNL ഇവിടെ TNA ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മാച്ച് കളിക്കുന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തകർത്തുകൊണ്ടായിരുന്നു ഇന്നത്തെ സ്മാക്ക് ഡൗൺ വന്നത്. കാരണം HSTLCന് എന്താണ് ഫിനോമിനൽ എന്ന് പറയുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തായിരുന്നു നടന്നത്? ഇന്ന് സ്മാക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് HSTLCയും നിക്കാൽഡിസും തമ്മിലുള്ളൊരു മീറ്റിംഗ് തുടർന്നാണ്. അത് കണ്ടറിയാം, നമ്മളൊരു റിട്ടയർമെൻറ്റിന് വേണ്ടിയുള്ളൊരു സ്പീച്ച് നടത്താൻ HSTLCന് ടൈം കാണും. ആളിന്ന് അതിനെക്കുറിച്ച് സംസാരിക്കും, ആളെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കും എന്ന് പറഞ്ഞ് ഒരു സെഗ്മെൻ്റായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു അതൊരു റിട്ടയർമെൻറ്റ് സ്പീച്ച് എന്നുള്ള രീതിയിലുള്ളതായിരിക്കും. പിന്നീട് ഇത് നടന്നത് മെയിൻ ഇവൻറ്റിലാണ്. മെയിൻ ഇവൻറ്റിൽ OC ആയിട്ട് HSTLC വീണ്ടും റീയൂണിയൻ ചെയ്യുന്നത് കാണിച്ചു ബാക്ക് സ്റ്റേജിൽ. എന്തായാലും റിട്ടയർമെൻ്റ് അല്ലേ, അപ്പോൾ നമ്മളങ്ങനെ വിചാരിച്ച് ഒരു നല്ലൊരു ഹാപ്പി എൻഡിങ് കൊടുക്കാനെന്ന് വിചാരിച്ചു. എന്നിട്ട് കോഡി റോഡ്സിൻ്റെ അടുത്ത് സംസാരിക്കണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിർത്തല്ലേ, അപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഒരു ഹഗൊക്കെ ചെയ്ത് അത് നല്ല ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യാനാണെന്ന് വിചാരിച്ചു. പിന്നീട് നടന്നത് ട്വിസ്റ്റാണ്, വലിയൊരു ട്വിസ്റ്റ്. മെയിൻ ഇവൻറ്റിൽ HSTLC സ്പീച്ച് സംസാരിക്കാൻ തുടങ്ങി. ആൾ കരിയർ തുടങ്ങിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ആൾക്കാരുടെ ഫാമിലിയായിട്ട് കൂടുതൽ സമയം ചിലവഴിക്കണം. അതുകൊണ്ട് ഇനിയിപ്പോൾ റിങ്ങിൽ ചിലവഴിക്കുന്നതിനാടും നല്ലത് കൂടുതൽ വീട്ടിൽ ഫാമിലിയായിട്ട്. കാരണം ആൾ ഒരുപാട് ബർത്ത്ഡേയും മക്കളുടെ ബർത്ത്ഡേയും ഫാമിലിയിൽ ഓരോ ഫെസ്റ്റിവൽസൊക്കെ മിസ് ചെയ്തു. സോ ഇനിയിപ്പോൾ അവരായിട്ട് സമയം ചിലവിടാൻ പോവുക, റിങ്ങിൽ നിന്ന് റിട്ടയർ ആവാൻ പോവുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ കോഡി റോഡ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നതിനേക്കാൾ മുമ്പ് ചെവിയിൽ. അത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വിളിക്കുമ്പോൾ വരാൻ ആയിരുന്നു അഭ്യർത്ഥിച്ചത്. അങ്ങനെ HSTLC കോഡി റോഡ്സിനെ വിളിക്കും. കോഡി റോഡ്സ് വന്നു കഴിഞ്ഞ് കോഡി റോഡ്സ് ഭയങ്കര ഇമോഷണലാവും. അവർ കുറേ ഇങ്ങോട്ടും ഇമോഷണലായിട്ട് ഒരുപാട് സംസാരിക്കും. അതിനുശേഷം കോഡി റോഡ്സ് മ്യൂസിക് ഹിറ്റ് ചെയ്യുമ്പോൾ HSTLCനെ കൊണ്ട് ക്രൗഡിൻ്റെ ഭാഗത്തേക്ക് പോയും എല്ലാ സൈഡിലും ക്രൗഡിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഒന്ന് ഹാൻഡ് പൊക്കി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യും. അപ്പോൾ ക്രൗഡ് തിരിച്ച് പ്രതികരിക്കും. നല്ല റെസ്പെക്റ്റാണ് HSTLCന് കൊടുക്കുക. പിന്നീട് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ക്ലോസ് ലൈൻ ഉണ്ട്. അത് നമുക്കറിയാമായിരുന്നു, എനിക്കൊരു ചെറിയൊരു പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു കിട്ടും. അതുപോലെ തന്നെ HSTLC ഒരു ക്ലോസ് ലൈൻ ചെയ്തു കോഡി റോഡ്സിനെ. പിന്നീട് ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു അറ്റാക്കാണ് നടന്നത്. കോഡി റോഡ്സിന് നല്ല പഞ്ഞി കിട്ടും എന്ന് പറഞ്ഞാൽ നല്ല പഞ്ഞി കിട്ടും. ഇടിച്ചടിച്ച് ഒരുമാതിരിയാക്കി. അവിടെ സ്റ്റീൽ സ്റ്റെപ്സിൻ്റെ മുകളിൽ നിന്നൊരു സ്റ്റേഴ്സ് ക്ലാഷ് ഉണ്ട്. അയ്യോ, അത് TV കാണുമ്പോൾ തന്നെ നമ്മുടെ കൈയും കാലൊക്കെ തരിക്കും. എന്തായാലും ഇന്നത്തെ സ്മാക്ക് ഡൗൺ അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയത് ഈ ഒരു സെഗ്മെൻറ്റാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നടന്നത്, നമ്മുടെ LA നൈറ്റ് ലോഗൻ പോളിനെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിന്. അത് ക്ലാഷിലാണോ അതോ സമർ സ്ലാമിലാണോ എന്നറിയില്ല. കൂടുതലും സമർ സ്ലാമിലാവാനാണ് എൻ്റെ ഒരു താല്പര്യം. കാരണം അത്രയും വലിയൊരു അറീന, അത്രയും വലിയ ആൾക്കാരൊക്കെ ഉള്ള സമയത്ത് ഒരു ചാമ്പ്യൻഷിപ്പ് LA നൈറ്റ് വിൻ ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. സോ ഇനിയിപ്പോൾ നാളെ കാണാം. പറ്റുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.